പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 20 മുതൽ 28 വരെ വാക്യങ്ങൾ. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ആവേ മരിയ മീഡിയ അവതരിപ്പിക്കുന്ന പെനുവേൽ എന്ന പ്രോഗ്രാമിൽ നിന്നാണ് സർ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനകം പെനുവേൽ ഒട്ടനവധി വചനപ്രഘോഷകരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ ജോസഫ് സാറിനെയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. സാറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് UAE-യിലുള്ള ഞങ്ങൾ മാത്രം കേട്ടാൽ പോരല്ലോ, ഈ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും കേൾക്കണം. ഈ പെനുവേലിലൂടെ, ഈ ശാലോം TV-യിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശരി. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഒത്തിരി മദ്യപാനത്തിൽ നിന്ന് മോചിതരായവരെക്കുറിച്ചും, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ തകർന്ന് ഡൈവേഴ്സിൻ്റെ വക്കത്തെത്തി നിൽക്കുന്നവർ, അതുപോലെ തന്നെ രോഗികളായിരിക്കുന്നവർ, അങ്ങനെ ഒത്തിരി മക്കൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് സാന്ത്വനം ലഭിക്കുകയും സൗഖ്യം കിട്ടുകയും ദൈവത്തെ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എന്നെ സ്പർശിച്ചത് ഒരു വചനമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനമാണ്. അതിങ്ങനെയാണ് പറയുക: മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റേതാണ്. ജോസഫ് സർ പകർന്നു നൽകിയ വചനത്തിന്റെ ആഴം നാം ഓരോരുത്തരും ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞു. ആ വചനദീപ്തി നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്.